രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ച സംസ്ഥാന ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. എല്ലാ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സിഇഒമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2006 ജനുവരി 1 യോഗ്യത കണക്കാക്കി രാജ്യമെമ്പാടും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, 2026 ജനുവരി 1 അത് ആണ് ഒരു അടിസ്ഥാന മാനദണ്ഡമാക്കി കണക്കാക്കുന്നത്. രാജ്യമെമ്പാടും തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ബീഹാറിലുണ്ടായ വോട്ടർ പട്ടിക പരിഷ്കരണം. അതിലുണ്ടായ പാകക്കേടുകൾ, ക്രമക്കേടുകളൊക്കെ ചൂണ്ടിക്കാട്ടി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാകുമോ പുതിയ പരിഷ്കരണത്തിനുള്ള നീക്കം എന്നുള്ളത് വലിയ ചോദ്യമാണ്. എപ്പോഴാകും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക? സ്മിത, റിജിത്ത്, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ വിവാദത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കും നീങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമായി തന്നെ നടപ്പാക്കാനുള്ള നടപടികൾ, അതിൻ്റെ പ്രാഥമിക നടപടികളിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത്. ഇന്ന് വിളിച്ചു ചേർത്ത യോഗം അതിൽ ഏറെ നിർണായകമാണ്. സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ഷൻ ഓഫീസർമാരുടെ യോഗമാണ് ഇന്ന് ഡൽഹിയിൽ ചേരുന്നത്. ഈ യോഗത്തിൽ 10 പോയിന്റുകൾ അടങ്ങിയ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കാനാണ് സംസ്ഥാന ഇലക്ഷൻ ഓഫീസർമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൽ നിലവിലിപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള വോട്ടർമാരുടെ എണ്ണം, ഏറ്റവും ഒടുവിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത് ഏത് സമയത്താണ്, കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തയ്യാറെടുപ്പുകൾ, നിലവിൽ BLOമാരുടെ ലഭ്യത, പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു പ്രസന്റേഷനാണ് ഈ സംസ്ഥാന ഇലക്ഷൻ ഓഫീസർമാർ അവതരിപ്പിക്കേണ്ടത്. ഇത് കണക്കാക്കിക്കൊണ്ട് ഏത് ഘട്ടത്തിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2026 ജനുവരി 1 മാനദണ്ഡമാക്കി നിശ്ചയിച്ചുകൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം 2026 ജനുവരിയോടെ ഈ രാജ്യവ്യാപകമായി തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ചർച്ചയിൽ അല്ലെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ ലഭ്യമാകുന്ന കണക്കുകളും ഒപ്പം തന്നെ ഈ യോഗത്തിൽ എടുക്കുന്ന തീരുമാനവും അതിൽ ഏറെ നിർണായകമാകും. നിലവിലിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിലുണ്ട്. അതിനു മുൻപായി തന്നെ ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള തീരുമാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റ ശേഷം ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന 3ാമത്തെ യോഗമാണ് ഇന്നത്തേത്. സ്മിത, റിജിത്ത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.